കഴിഞ്ഞ തവണത്തെ വിന്നറിന് അർഹതയില്ലാത്തൊരു വിന്നറാണ്, ക്വാളിറ്റി ഇല്ലാത്തൊരു വിന്നറാണെന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒച്ചയിലായിരുന്നു the whole meet and win. ജിൻഡോ അങ്ങനെ പറഞ്ഞു, പല പെൺകുട്ടികളെ ഫോണിൽ വിളിച്ചു, പണം വാങ്ങിച്ചു, ആ രീതിയിൽ കുറേ സംസാരം വരുന്നുണ്ട്. ശരിക്കും വിന്നർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്? അങ്ങനെ പക്ഷെ ഇതിനു മുമ്പ് ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്നല്ല, ലൈക്ക് ഓഡീഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരൊരു തീരുമാനം ഇതെങ്ങനെ മതി എന്ന് തീരുമാനിക്കുമല്ലോ അല്ലേ. നമ്മളിപ്പോൾ ഒരാളുടെ ഫേവറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. ഇപ്പോൾ പേളിയുടെ ആണെങ്കിലും സബ്മോൻ്റെ ആണെങ്കിലും കാണിക്കുന്നുണ്ടായിരുന്നു ഫൈനൽസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കാൻ വേണമെങ്കിൽ എളുപ്പമാണ്. PR ഏജൻസികൾ ഒരുപാടുണ്ട്. കഴിഞ്ഞ തവണ ജാസ്മിൻ്റെ ഫാദർ വിളിച്ച ഒരു കോള് കംപ്ലീറ്റ് അല്ലാതെ ടെലികാസ്റ്റ് ചെയ്തു. ആ ഒരു മീറ്റർ വന്നപ്പോൾ ഇപ്പുറത്ത് ജാസ്മിൻ എന്നുള്ളൊരു മീറ്റർ വന്നു. അത് ആ ഒരു മൊമെന്റ് തന്നെയാണ്. ആ രാത്രി ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്. രാത്രിയാണ് ഇത് പറയുന്നത് ശ്രീനീഷിൻ്റെ അടുത്ത് പേളി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ പേളി ശ്രീനീഷിനെ പ്രപ്പോസ് ചെയ്തു. എപ്പോ എങ്ങനെ? റോബിൻ ഓൾസോ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ഇപ്പൊ റോബിൻ ദിൽഷയുടെ കൂടെ ആയിരുന്നു, പുള്ളിക്ക് അതിലൊരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു.